റേക്കി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി റിലേറ്റഡ് ആണ്. മാമിന്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ കൂടുതലും എന്തെല്ലാം പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്? ഇപ്പോൾ പിതൃദോഷം, സർപ്പദോഷം, പിന്നെ സോളിന്റെ പ്രസൻസ് ഉള്ളത്, കോൺഷ്യസ് മൈൻഡിന് കാമാക്കാൻ പറ്റില്ല. സോ അതിന് റേക്കി നല്ല ഹെൽപ്ഫുള്ളാണ്. കർമ്മ നമ്മളൊരു 10 years അനുഭവിക്കേണ്ടതാണെങ്കിൽ നമുക്കതൊരു 3 years ആയിട്ട് കാഠിന്യം നമുക്കൊന്ന് കുറച്ച് കൊടുക്കാൻ പറ്റും. മറ്റൊരു എനർജി എന്ന് പറയുന്നത് അതെന്നെ പറയുന്നത് യൂണിവേഴ്സൽ എന്താ പറയുക എനർജി ആണല്ലോ റേക്കി. ഈ എനർജി നമുക്ക് ദൈവികമായിട്ടൊരു രൂപമായിട്ട് കാണാൻ കഴിയും. രൂപമായിട്ട് അത് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ലൈഫ് ലോങ് നിങ്ങളുടെ അവസാന ശ്വാസം വരെ ആ എനർജി കൂടെ ഉണ്ടാവും. ഷാക്കി മാം നമസ്കാരം. നമസ്കാരം. റേക്കിയും ഹിപ്നോട്ടിസവും ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ കഴിയുന്നത് ലൈഫിൽ? റേക്കി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി റിലേറ്റഡ് ആണ്. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെർട്ടിക്കുലർ പോയിന്റിൽ പോയിട്ട് നമുക്ക് ഈവൻ ഒരു പേഴ്സൺ ഒരു പ്രോബ്ലമായിട്ട് വരുന്ന സമയത്ത് അവർക്ക് പോലും അറിയില്ല വാട്ട് ആർ ദേ ക്യാരിയിങ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഹിപ്നോട്ടിസം വഴി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ചിലപ്പം റേക്കിയിലൂടെ നമ്മളൊന്ന് കാമാക്കിയിട്ട് മൈൻഡ് ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുക സൈക്കാട്രി മെഡിസിൻസ് കഴിക്കുന്ന അവർക്കൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമാവില്ല മൈൻഡ്. അപ്പം നമുക്ക് കോൺഷ്യസ് മൈൻഡിന് കാമാക്കാൻ പറ്റില്ല. സോ അതിന് റേക്കി നല്ല ഹെൽപ്ഫുള്ളാണ്. അതിനെ കാമാക്കി കഴിഞ്ഞിട്ട് ഹിപ്നോതെറാപ്പി പോവുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. മാമിൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ കൂടുതലും എന്തെല്ലാം പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്? ഇന്ന പർട്ടിക്കുലർ ആയിട്ടില്ല, എല്ലാ ഒരു പാറ്റേൺ കാണുമല്ലോ. കൂടുതൽ ആളുകൾ ഒരു പ്രശ്നം അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചായിരിക്കുമല്ലോ. റിലേഷൻഷിപ്പ് കാര്യങ്ങൾ വരാറുണ്ട്, അതേപോലെ ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്, പിന്നെ ഓരോ ദോഷങ്ങൾ റിമൂവ് ചെയ്യുന്നത്. ഇപ്പോൾ പിതൃദോഷം, സർപ്പദോഷം, പിന്നെ സോളിൻ്റെ പ്രസൻസ് ഉള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ സൈക്കാട്രി മെഡിസിൻസ് എടുക്കുന്ന പേഷ്യൻസിന് കുറച്ചിപ്പം കൂടുതലായിട്ട് അവരാ വരുന്നത്. പക്ഷെ നല്ലൊരു ചേഞ്ച് ഒരു വിത്തിൻ 3 years 4 years ആ ഒരു ടൈം കൊണ്ട് തന്നെ കംപ്ലീറ്റ് മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ ബാക്ക് ടു ലൈഫ് വന്ന കുറേ ക്ലയൻസ് ഉണ്ട്. സോ ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ആ അമ്മമാരുടെ ആ ഒരു സന്തോഷം കാണുമ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കും ഈ ഒരു പ്രൊഫഷൻ എടുത്തതിന് തന്നെ ലൈക്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു റേക്കി എനർജി എന്ന് പറയാം. സോ ഇത് പെട്ടെന്ന് എളുപ്പമാക്കുന്നത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നത് ആണോ? രണ്ടും രണ്ടാണ് ആക്ച്വലി. റേക്കി എന്ന് പറയുന്നത് വിത്തൗട്ട് ദെയർ പെർമിഷൻ കൂടി ചെയ്യാം. അവർ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരറിയാതെ പോലും അഡിക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഹിപ്നോതെറാപ്പി എന്ന് പറയുമ്പം അവർ വില്ലിങ് ആവണം. പർട്ടിക്കുലർ പേഴ്സൺ ഞാൻ വില്ലിങ് ആണ്, എനിക്ക് ചെയ്യണം എന്ന് വന്ന് പറഞ്ഞാൽ മാത്രമേ ഹിപ്നോതെറാപ്പി ചെയ്യാൻ പറ്റുള്ളൂ. റേക്കി പക്ഷേ അങ്ങനെയല്ല, ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്. അവരിലേക്ക് നമുക്ക് ലവും ലൈറ്റും മാത്രമേ സെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാര്യത്തിന് അവർക്ക് അറിയാതെ സെൻഡ് ചെയ്യാൻ പറ്റും. ഹിപ്നോതെറാപ്പി അവരറിയണം, അവർ 100% വില്ലിങ് ആവണം. ഒരുപാട് പേരെ റേക്കി പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾക്ക് എങ്ങനെയാണ് നല്ലൊരു റേക്കി ഹീലറായി മാറാൻ കഴിയുന്നത്? റേക്കി ഹീലറായിട്ട് മാറണമെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ്, അതല്ലാണ്ട് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെ എന്നും ഒരു 10 മിനിറ്റ് രാവിലെ 10 മിനിറ്റ് വൈകുന്നേരം എന്നുള്ള ആ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ അടുത്ത് യൂണിവേഴ്സിലെ ഏറ്റവും വലിയൊരു ശക്തി നമ്മൾ ഹോൾഡ് ചെയ്യുന്ന എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. കാരണം ഓരോ ചെറിയ കാര്യത്തിൽ പോലും ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓരോ ചെറിയ കാര്യത്തിൽ പോലും ആ എനർജീനെ വിശ്വസിക്കുമ്പോഴത്തേക്കും മിറാക്കുലസ് ചേഞ്ചാണ്. നമ്മൾ ആ ഒരു കാര്യം ആലോചിക്കും, അത് നടക്കുന്നുണ്ടോ ഇല്ലേന്നല്ല, അത് നമ്മൾ ലെറ്റ് ഗോ ചെയ്തിട്ട് യൂണിവേഴ്സിന് ഓക്കെ അതെനിക്ക് വേണമായിരുന്നു പോട്ടെ കുഴപ്പമില്ല നമ്മൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് ഓരോന്ന് നമ്മളെ മുമ്പിലേക്ക് അത് വരുന്നത്. അപ്പം നമ്മൾ തന്നെ ശരിക്കും ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. വിശ്വാസം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ ഏതൊരു ഫാക്ടറിലായാലും ഇപ്പം നമ്മളിപ്പോൾ ഒരു അലോപ്പതി ഡോക്ടറെ അടുത്ത് നോക്കാം, ആളെനിക്ക് വലിയ വിശ്വാസം വിൽ ട്രൈ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യില്ല. നമ്മൾ ഒരു അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ വരുന്ന ക്ലയൻസിൽ കംപ്ലീറ്റ് ഒരു 100% റിസൾട്ടൊന്നും ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ വരുമ്പം അവർ ട്രസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് അത് സറണ്ടർ ചെയ്തു, ഇനി അത് എനിക്ക് നടക്കും എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന എനർജി അത് പോസിറ്റീവ് ആക്കുകയുള്ളൂ.
അതല്ല നോക്കട്ടെ ഒന്നും അവിടെ ഒന്നും പോയിട്ട് കാര്യമൊന്നുമില്ല, 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് പറയും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഞാൻ പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള സംശയം കാണില്ലേ? കാരണം ഇപ്പോൾ റേക്കിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഈ റേക്കിയുടെ ശാസ്ത്രീയത എന്താണ്, അല്ലെങ്കിൽ ഇത് സ്യൂഡോ സയൻസ് ആണോ, അങ്ങനെയുള്ള സംശയങ്ങളുമായിട്ടായിരിക്കും ഒരുപാട് പേര് റേക്കി പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇത് കേട്ടതുമായിട്ടായിരിക്കും ആളുകൾ വരുന്നത്. റേക്കി പഠിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അല്ലെങ്കിൽ റേക്കി കൊണ്ട് നമ്മുടെ വേദനകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കാം, അങ്ങനെ കേട്ടിട്ടായിരിക്കും ഇവരെല്ലാം റേക്കി പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇതിനകത്ത് സംശയങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ കഴിയുന്നത്? റേക്കി എന്ന് പറയുന്നത് ഒരിക്കലും മാജിക് അല്ല. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തിൽ, നമ്മളിപ്പോൾ ഒരുപാട് എന്താ പറയുക മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ മൈൻഡ് ഒന്ന് കാമാക്കി കൊടുക്കാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് ഒരു വഴി അത് ക്ലിയർ ആവും അല്ലേ. നമ്മളിപ്പോൾ കാമായിരിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റും. അല്ല നമ്മൾ ഒരുപാട് പ്രശ്നത്തിൻ്റെ നടുവിലിരിക്കുന്ന ഒരാൾക്ക്, അതാണ് പറയുന്നത്, വേറെ പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മളുടെ ലൈഫിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരാൻ വളരെ എളുപ്പമാണ്. കാരണം അവർ ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല നമ്മളെ പ്രശ്നമായിട്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ ദിസ് ഓർ ദാറ്റ്, അത് ചെയ്താൽ നീ അവിടുന്ന് റിലീവ് ആയി എന്ന് പറയും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കിടക്കുമ്പോൾ എന്തായി, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കല്യാണം ആ മാരേജിൽ നിൽക്കും വേണം, അടുത്തത് വേണം താനും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ അത് മാറ്റുക, അല്ലെങ്കിൽ അതായിട്ട് നന്നായിട്ട് പോവുക, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുക എന്നുള്ളത് പറയാൻ പറ്റും. ഇത് അതിൻ്റെ ഉള്ളിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യും, മൈൻഡ് ഒന്ന് കാമാക്കി കൊടുക്കും. അപ്പം അവർക്ക് ആലോചിച്ച് ക്ലാരിറ്റിയോടെ പ്രവർത്തിക്കാൻ പറ്റും. അതാണ് റേക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ റേക്കി ഓൾ ഓഫ് എ സഡൻ ഹാപ്പൺ ചെയ്യുന്ന കാര്യമല്ല. നമ്മളുടെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഡിവൈൻ ടൈം ഉണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ടൈം കുറച്ച് കൊടുക്കുക. ഇപ്പം കർമ്മ ബേസ്ഡ് വരുന്നുണ്ട്. ഇപ്പം കർമ്മ ബേസ്ഡ് ആകുമ്പോൾ കർമ്മ എന്തായാലും നമ്മൾ അനുഭവിച്ചേ മതിയാവും. അത് എനിക്ക് യൂണിവേഴ്സിന് ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മ നമ്മളൊരു 10 years അനുഭവിക്കേണ്ടതാണെങ്കിൽ നമുക്കതൊരു 3 years ആയിട്ട് അതിൻ്റെ കാഠിന്യം നമുക്കൊന്ന് കുറച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ കർമ്മം നമ്മൾ അനുഭവിച്ച് തന്നെ വരും, അത്ര കാഠിന്യം ഉണ്ടാവില്ല, ആൻഡ് ടൈം ലിമിറ്റ് കുറച്ചൊന്ന് കുറയും ചെയ്യും. അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. മാമിൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ വെച്ച് ഒരാൾ റേക്കി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? റേക്കി പഠിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ വെൽബീയിങ് ആണ് ഒരാൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ എങ്കിൽ പറഞ്ഞാൽ റേക്കി ഓരോ പോയിന്റിലും നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഇപ്പം നമ്മളുടെ രാവിലെ എണീച്ച് മുതൽ നമ്മൾ പ്രൊട്ടക്ഷൻ ഇടുന്നുണ്ട്. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു നെഗറ്റീവ് എനർജീസും നമ്മളിലേക്ക് അബ്സോർബ് ചെയ്യാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമ്മൾ ഫുൾ പോസിറ്റീവ് ആവും. അപ്പോൾ നമ്മളിലേക്ക് വരുന്ന ആൾക്കാരും ഫുൾ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും ശരി, ഈവൻ കൊളീഗ്സ് ആയാലും ഒരുപാട് പോസിറ്റീവായ ആൾക്കാരായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെഗറ്റീവായ ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അടുത്തേക്ക് പോലും വരാൻ അത്ര തോന്നില്ല. നമ്മൾ പഠിച്ചവർക്ക് ദേഷ്യം കാണത്തില്ലേ? ഉണ്ടാവും, ദേഷ്യമൊക്കെ ഉണ്ടാവും. എല്ലാ വികാരങ്ങളും അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് ദേഷ്യം പിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് കുറച്ചിട്ട് നമുക്കത് പിന്നെ ഒരാളോട് വന്ന് ഇപ്പം നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന് പറയാൻ പറ്റും, സോറി കേട്ടോ, എനിക്ക് ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് ചെയ്തു പോയതാണെന്ന് മെൻ്റൽ ക്ലാരിറ്റിയാണ് വരുന്നത്. പെട്ടെന്ന് ഇപ്പം നമുക്കിപ്പോൾ സന്യാസി പോലെ ആവുമൊന്നുമില്ല റേക്കി പഠിച്ചാലൊക്കെ. എല്ലാ ഇമോഷൻസും ദേഷ്യവും സങ്കടവും ഒക്കെ വരും. പക്ഷെ അത് നമുക്ക് എന്താ പറയുക, ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അത് മാറ്റിയെടുക്കാൻ പറ്റും. ഈ റേക്കി പഠിക്കുമ്പോൾ അതായത് ഒരാൾക്ക് എത്ര നാൾ കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ കഴിയും? ഞാൻ പറഞ്ഞല്ലോ, അറ്റ്യൂൺമെൻറ്റ് എന്ന് പറയുന്നത് റേക്കിയും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ മാത്രമാണ് അറ്റ്യൂൺമെൻറ്റ് ദീക്ഷ എന്ന് പറയുന്നത്. അത് കൊടുക്കുക എന്നുള്ളതാണ് ആസ് എ മാസ്റ്റർ ഞാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നോ, ലവ് ആൻഡ് ലൈറ്റ് നിങ്ങളുടെ ഉള്ളിൽ എത്ര കൂടുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി ഔട്ട്കം ആയിട്ട് വരുന്നത്. ഇപ്പം ഞാനിപ്പം നിങ്ങൾക്ക് അറ്റ്യൂൺമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൺസ് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങളുടെ അവസാന ശ്വാസം വരെ ആ എനർജി കൂടെ ഉണ്ടാവും. ആ എനർജി എങ്ങനെയാണ് നമ്മൾ കൂട്ടിയെടുക്കുന്നത്? അത് ബൈ പ്രാക്ടീസ് തന്നെയാണ് കൂട്ടിയെടുക്കാൻ പറ്റുക. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്? മെഡിറ്റേഷൻ ഒന്നും വേണ്ട, അതിന് ഫ്രീ ആക്കി വെച്ചാൽ മതി. മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഡെയിലി, ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി രാവിലെ 10 minute
വൈകുന്നേരം 10 മിനിറ്റ്, കിടക്കാൻ പോകുന്നതിന്റെ മുന്നേ ഒരു 10 മിനിറ്റ്, രാവിലെ എണീറ്റ് ഉടനെ ഒരു 10 മിനിറ്റ്, ആ ഒരു സമയം നമുക്ക് വേണ്ടു. ദിവസം ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് 20 മിനിറ്റ്, 10 മിനിറ്റ് രാവിലെ 10 മിനിറ്റ് വൈകുന്നേരം, അത് മതി. രാവിലെയും വൈകിട്ട് 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് റേക്കി ഒരു മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുമോ? ഒരു മാസം കൊണ്ടല്ല. റേക്കി പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഈ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്തു പോകുന്നത് എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ഒരു ഹീലിംഗ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നാളെ ഇപ്പം എൻ്റെ സ്റ്റുഡൻ്റ് ആയാലും അവർ ചെയ്യുമ്പം ഇൻറ്റ്യൂഷൻസ് വരും. ഇപ്പോൾ റേക്കി ആ പ്രാക്ടീസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ബാക്കി ഇൻറ്റ്യൂഷൻസ് ഒക്കെ വരുന്നത് നമുക്ക് ഡിവൈനായിട്ട് കിട്ടുന്ന ഇൻറ്റ്യൂഷൻസാണ്. അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ഇപ്പോൾ വന്നിട്ട് ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരാമെന്ന് വെച്ചാൽ, നാളെ ഞാൻ ചെയ്യുന്ന രീതി ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ, ശരിക്കും പറഞ്ഞാൽ റേക്കി നമ്മൾ ഇൻവോക്ക് ചെയ്തിരിക്കുക ചെയ്യുക. ഇൻറ്റ്യൂഷൻസ് വരും. നമ്മൾ എന്താണ് ഈ വ്യക്തിക്ക് ഒരു ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് പുറത്തുനിന്ന് ആ ലെസൺ വരുന്നു. മറ്റെന്തെങ്കിലും ഡിവൈൻ സോളുകളാണോ നമ്മളെ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്? റേക്കി എനർജി മാം പറഞ്ഞു, ഇപ്പോൾ മാം ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റൊരാൾ ചെയ്യുന്നത്. അപ്പോൾ മറ്റാരോ അവിടെ ഇരുന്ന് ഇവരെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കത്തില്ല ഇവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അത് മറ്റൊരു എനർജി എന്ന് പറയുന്നത് അതന്നെ പറയുന്നത് യൂണിവേഴ്സൽ എന്താ പറയുക എനർജി ആണല്ലോ റേക്കി. ഇത് തന്നെ ശരിക്കും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈവൻ ഒരുപാട് കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ റേക്കി ഇൻവോക്ക് ചെയ്തിട്ട് വെറുതെ ഒന്നും വേണ്ട, അതിന് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇടുക, എന്നിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആൻസേഴ്സ് മുമ്പിലേക്ക് വരും. അത് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് അവർ ചോദിക്കുമ്പോൾ നമ്മളത് ഇൻവോക്ക് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വരും. അത് ഡിവൈൻ എനർജിയാണോ ദൈവം? അതെ, എനർജി. ദൈവം എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിലും കാണാം. നമുക്കിപ്പോൾ ഒരു എനർജി ആയിട്ട് കാണാം, ഒരു രൂപമായിട്ട് കാണാം, എല്ലാം ഒന്ന് തന്നെയാണ്. ഈ എനർജി നമുക്ക് രൂപമായിട്ട് കാണാൻ കഴിയും. കാണാൻ കഴിയും. നമ്മൾ അതൊരു ക്രിസ്റ്റലിലോ അല്ലെങ്കിൽ ഒരു പിരമിഡിലോ ആക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു രൂപമായിട്ട് കാണാം. അല്ല ഒരു ഐഡൽ, അങ്ങനല്ല, ദൈവികമായിട്ടൊരു രൂപമായിട്ട് കാണാൻ കഴിയും. രൂപമായിട്ട് അത് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. റേക്കി എനർജി നമുക്ക് ഫീൽ ചെയ്യാനാണ് പറ്റുന്നത്. നമ്മൾ റെഗുലർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഇൻവോക്ക് ചെയ്ത ഉടനെ തന്നെ കയ്യിൽ ചൂടോ തരിപ്പോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് അത്രയും പ്രാക്ടീസ് വേണം. അപ്പോൾ ചില ആൾക്കാർക്ക് അത്രയും അവർ അത്രയും എന്താ പറയുക, അത്രയും സറണ്ടർ ചെയ്തിട്ട്, ഇപ്പം സറണ്ടറൻസ് ആണ് നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ യാതൊരു ഡൗട്ടും വെക്കുന്നില്ല, എനിക്കിത് വേണം, അത്രേ ഉള്ളൂ, എനിക്കിത് വേണം, അതെനിക്ക് കിട്ടണം എന്നുള്ളത്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുന്ന പോലെ എനിക്കിത് വേണം, എനിക്കിത് കിട്ടണം, നീ എനിക്ക് കൊണ്ടുതരുമെന്ന് പറഞ്ഞ് നമ്മൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി അത് നമ്മളിലേക്ക് എത്തിക്കും. അതിൻ്റെ പിന്നാലെ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി തന്നെ പറയും, എന്താ പറയുക, ഇത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ എന്താ പറയുക ആൻസേഴ്സ് കിട്ടും.